ഹലോ ഫ്രണ്ട്സ്, ഏവർക്കും PSC ടിപ്സ് ആൻഡ് ട്രിക്സിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. കറണ്ട് അഫയേഴ്സിൽ നിന്നുള്ള ചോദ്യങ്ങളാണ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഇന്ത്യയുടെ പുതിയ കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറലായി ചുമതലയേറ്റ വ്യക്തി ആരാണ്? ഇന്ത്യയുടെ പുതിയ കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ CAG ആയി ചുമതലയേറ്റത് K. സഞ്ജയ് മൂർത്തിയാണ്. സഞ്ജയ് മൂർത്തി. ഇന്ത്യൻ കൗൺസിൽ ഓഫ് മെഡിക്കൽ റിസർച്ചിന്റെ നേതൃത്വത്തിൽ രാജ്യത്തെ ആദ്യ പ്രമേഹ ബയോ ബാങ്ക് സ്ഥാപിച്ച നഗരം ഏതാണ്? രാജ്യത്തെ ആദ്യ പ്രമേഹ ബയോ ബാങ്ക് സ്ഥാപിച്ച നഗരം ചെന്നൈ ആണ്. ഇന്ത്യൻ കൗൺസിൽ ഓഫ് മെഡിക്കൽ റിസർച്ചിന്റെ നേതൃത്വത്തിൽ രാജ്യത്തെ ആദ്യത്തെ പ്രമേഹ ബയോ ബാങ്ക് സ്ഥാപിച്ച നഗരം ചെന്നൈ ആണ്. കോപ്പ അമേരിക്ക ഫുട്ബോളിൽ ഏറ്റവും കൂടുതൽ കിരീടങ്ങൾ നേടിയ രാജ്യം ഏതാണ്? കോപ്പ അമേരിക്ക ഫുട്ബോളിൽ ഏറ്റവും കൂടുതൽ കിരീടങ്ങൾ നേടിയ രാജ്യം അർജന്റീന. വനിതാ ടെസ്റ്റ് ക്രിക്കറ്റ് ചരിത്രത്തിലെ ഏറ്റവും ഉയർന്ന സ്കോർ എന്ന റെക്കോർഡ് സ്വന്തമാക്കിയ ടീം ഏതാണ്? വനിതാ ടെസ്റ്റ് ക്രിക്കറ്റിന്റെ ചരിത്രത്തിൽ ഏറ്റവും ഉയർന്ന സ്കോർ എന്ന റെക്കോർഡ് സ്വന്തമാക്കിയ ടീം ഇന്ത്യയാണ്. ആധുനിക ഒളിമ്പിക്സിന്റെ എത്രാമത്തെ പതിപ്പാണ് പാരീസ് 2024 വേദിയായത്? ആധുനിക ഒളിമ്പിക്സിന്റെ എത്രാമത് പതിപ്പാണ് 2024 പാരീസിൽ വേദിയായത്? 33ാമത് പതിപ്പാണ് കേട്ടോ, 33. അപ്പോൾ എന്തൊക്കെയാണ് നമ്മൾ പറഞ്ഞത്? ഇന്ത്യയുടെ പുതിയ കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ ആരാണ്? സഞ്ജയ് മൂർത്തിയാണ്. സഞ്ജയ് മൂർത്തി. ഇന്ത്യൻ കൗൺസിൽ ഓഫ് മെഡിക്കൽ റിസർച്ചിന്റെ നേതൃത്വത്തിൽ രാജ്യത്തെ ആദ്യ പ്രമേഹ ബയോ ബാങ്ക് സ്ഥാപിച്ച നഗരം ചെന്നൈ ആണ്. കോപ്പ അമേരിക്ക ഫുട്ബോളിൽ ഏറ്റവും കൂടുതൽ കിരീടങ്ങൾ നേടിയ രാജ്യം അർജന്റീന. വനിതാ ടെസ്റ്റ് ക്രിക്കറ്റിലെ ചരിത്രത്തിൽ ഏറ്റവും ഉയർന്ന സ്കോർ നേടിയ ടീം ഇന്ത്യൻ ടീമാണ്. ആധുനിക ഒളിമ്പിക്സിന്റെ എത്രാമത് പതിപ്പാണ് 2024 പാരീസിൽ വേദിയായത്? 33ാമത് പതിപ്പാണ്. UK ചരിത്രത്തിലെ ആദ്യ വനിതാ ധനമന്ത്രി ആരാണ്? UK ചരിത്രത്തിലെ തന്നെ ആദ്യത്തെ വനിതാ ധനമന്ത്രിയാണ് റേച്ചൽ റീവ്സ്. UK ചരിത്രത്തിലെ ആദ്യത്തെ വനിതാ ധനമന്ത്രി റേച്ചൽ റീവ്സ് ആണ്. കന്നുകാലികൾക്ക് കാർബൺ നികുതി ഏർപ്പെടുത്തിയ യൂറോപ്യൻ രാജ്യം ഏതാണ്? കന്നുകാലികൾക്ക് കാർബൺ നികുതി ഏർപ്പെടുത്തിയ യൂറോപ്യൻ രാജ്യമാണ് ഡെൻമാർക്ക്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് സമ്മാനിച്ച റഷ്യയുടെ പരമോന്നത സിവിലിയൻ ബഹുമതി ഏതാണ്? അതാണ് ഓർഡർ ഓഫ് സെന്റ് ആൻഡ്രോ ദി അപ്പോസൽ എന്ന ബഹുമതി. ഓർഡർ ഓഫ് സെന്റ് ആൻഡ്രോ ദി അപ്പോസൽ എന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് റഷ്യയുടെ പരമോന്നത സിവിലിയൻ ബഹുമതി ലഭിച്ചു. അതാണ് ഓർഡർ ഓഫ് സെന്റ് ആൻഡ്രോ ദി അപ്പോസൽ. ഇത് നൽകിയതാരാണ്? പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഇത് നൽകിയത് വ്ളാഡിമിർ പുടിനാണ്. അടുത്തത്, US പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിൽ ഡെമോക്രാറ്റിക് പാർട്ടിയുടെ സ്ഥാനാർത്ഥിയായ ഇന്ത്യൻ വംശജ ആരാണ്? US പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിൽ ഡെമോക്രാറ്റിക് പാർട്ടിയുടെ സ്ഥാനാർത്ഥിയായ ഇന്ത്യൻ വംശജയാണ് കമല ഹാരിസ്. ലോകത്തെ ഏറ്റവും ശക്തമായ പാസ്പോർട്ടുള്ള രാജ്യങ്ങളുടെ പട്ടികയായ ഹെൻലി ഗ്ലോബൽ പാസ്പോർട്ട് ഇൻഡെക്സിൽ 1ാം സ്ഥാനം നേടിയ രാജ്യം ഏതാണ്? സിംഗപ്പൂർ. ലോകത്തിലെ ഏറ്റവും ശക്തമായ പാസ്പോർട്ടുള്ള രാജ്യങ്ങളുടെ പട്ടിക ഹെൻലി ഗ്ലോബൽ പാസ്പോർട്ട് ഇൻഡെക്സ്, അതിൽ 1ാം സ്ഥാനം നേടിയ രാജ്യം സിംഗപ്പൂരാണ്. ഇന്ത്യയുടെ സ്ഥാനം 82 ആണ് കേട്ടോ. ഇത് വേരി ചെയ്തുകൊണ്ടിരിക്കും. പുതിയ ഹെൻലി ഗ്ലോബൽ പാസ്പോർട്ട് ഇൻഡെക്സിൽ ഇന്ത്യയുടെ സ്ഥാനം 82 ആണ്. റിവൈസ് ചെയ്യാം. UK ചരിത്രത്തിലെ ആദ്യത്തെ വനിതാ ധനമന്ത്രി ആരാണ്? റേച്ചൽ റീവ്സ് ആണ്. കന്നുകാലികൾക്ക് കാർബൺ നികുതി ഏർപ്പെടുത്തിയ യൂറോപ്യൻ രാജ്യം ഡെൻമാർക്ക്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് സമ്മാനിച്ച റഷ്യയുടെ പരമോന്നത സിവിലിയൻ ബഹുമതിയാണ് ഓർഡർ ഓഫ് സെന്റ് ആൻഡ്രോ ദി അപ്പോസൽ. US പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിൽ ഡെമോക്രാറ്റിക് പാർട്ടിയുടെ സ്ഥാനാർത്ഥിയായ ഇന്ത്യൻ വംശജ കമല ഹാരിസ്. ലോകത്തെ ഏറ്റവും ശക്തമായ പാസ്പോർട്ടുള്ള രാജ്യങ്ങളുടെ പട്ടികയായ ഹെൻലി ഗ്ലോബൽ പാസ്പോർട്ട് ഇൻഡെക്സിൽ 1ാം സ്ഥാനം നേടിയ രാജ്യം സിംഗപ്പൂർ. അതിൽ ഇന്ത്യയുടെ സ്ഥാനം, പുതിയ ഹെൻലി ഗ്ലോബൽ പാസ്പോർട്ട് ഇൻഡെക്സിൽ ഇന്ത്യയുടെ സ്ഥാനം 82 ആണ്. അടുത്ത ചോദ്യം, 2024 പസഫിക് ഐലൻഡ് ഫോറം ഉച്ചകോടിക്ക് വേദിയായ രാജ്യം ഏതാണ്? പസഫിക് ഐലൻഡ് ഫോറം ഉച്ചകോടിക്ക് വേദിയായ രാജ്യം 2024 ഇന്ത്യയാണ്.
വോയിസ് ഓഫ് ഗ്ലോബൽ സൗത്ത് ഉച്ചകോടിയുടെ 3ാം പതിപ്പിന് ആതിഥേയത്വം വഹിച്ച രാജ്യം ഏതാണ്? അതും ഇന്ത്യയാണ് കേട്ടോ. വോയിസ് ഓഫ് ഗ്ലോബൽ സൗത്ത് ഉച്ചകോടിയുടെ 3ാം പതിപ്പാണ് ഇന്ത്യയിൽ വെച്ച് നടന്നത്. ഓക്കെ. ഇന്ത്യയിലെ പുതിയ ക്രിമിനൽ നിയമമായ ഭാരതീയ ന്യായ സംഹിത പ്രാബല്യത്തിൽ വന്ന ദിവസം എന്നാണ്? ഇന്ത്യയിലെ പുതിയ ക്രിമിനൽ നിയമമായ ഭാരതീയ ന്യായ സംഹിത നിലവിൽ വന്നത് 2024 ജൂലൈ 1-നാണ്. 2024 ജൂലൈ 1. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ പുതിയ മേധാവി ആരാണ്? ED. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ പുതിയ മേധാവിയാണ് രാഹുൽ നവീൻ. ഓക്കെ. 2024 പസഫിക് ഐലൻഡ് ഫോറം ഉച്ചകോടിക്ക് വേദിയായ രാജ്യം ഇന്ത്യ. വോയിസ് ഓഫ് ഗ്ലോബൽ സൗത്ത് ഉച്ചകോടിയുടെ വേദിയും ഇന്ത്യയാണ്. അത് വോയിസ് ഓഫ് സൗത്ത് ഗ്ലോബൽ ഉച്ചകോടിയുടെ 3ാം പതിപ്പാണ്. ഓക്കെ. ഇന്ത്യയിലെ പുതിയ ക്രിമിനൽ നിയമമായ ഭാരതീയ ന്യായ സംഹിത പ്രാബല്യത്തിൽ വന്ന ദിവസം എന്നാണ്? 2024 ജൂലൈ 1-നാണ് കേട്ടോ. 2024 ജൂലൈ 1. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ പുതിയ മേധാവി രാഹുൽ നവീൻ. അടുത്തത്, ഭാരതീയ ന്യായ സംഹിത പ്രകാരമുള്ള കേരളത്തിലെ ആദ്യത്തെ കേസ് രജിസ്റ്റർ ചെയ്ത സ്ഥലം എവിടെയാണ്? ഭാരതീയ ന്യായ സംഹിത 2024 ജൂലൈ 1-ന് നിലവിൽ വന്നു എന്ന് നമ്മൾ പറഞ്ഞു. അപ്രകാരമുള്ള കേരളത്തിലെ ആദ്യത്തെ കേസ് രജിസ്റ്റർ ചെയ്ത സ്ഥലം മലപ്പുറം ജില്ലയിലെ കൊണ്ടോട്ടി. ഭാരതീയ ന്യായ സംഹിത 2023 പ്രകാരം ഇന്ത്യയിലെ ആദ്യത്തെ കേസ് രജിസ്റ്റർ ചെയ്ത സംസ്ഥാനം എന്നത് മധ്യപ്രദേശ്. ഭാരതീയ ന്യായ സംഹിത പ്രകാരം ഇന്ത്യയിലെ ആദ്യത്തെ കേസ് രജിസ്റ്റർ ചെയ്തത് മധ്യപ്രദേശിലും കേരളത്തിലെ ആദ്യത്തെ കേസ് രജിസ്റ്റർ ചെയ്തത് മലപ്പുറത്തുമാണ്. ഓക്കെ. 2024 മികച്ച ഹോർട്ടിക്കൾച്ചർ സംസ്ഥാനമായി തിരഞ്ഞെടുക്കപ്പെട്ടത് ഏത് സംസ്ഥാനമാണ്? 2024 മികച്ച ഹോർട്ടിക്കൾച്ചർ സംസ്ഥാനമായി തിരഞ്ഞെടുക്കപ്പെട്ടത് നാഗാലാൻഡ്. മികച്ച ഹോർട്ടിക്കൾച്ചർ സംസ്ഥാനം നാഗാലാൻഡ്. ഏതു സമുദ്രത്തിലെ പർവ്വതങ്ങൾക്കാണ് ഇന്ത്യ അശോക സീ മൗണ്ട്, ചന്ദ്രഗുപ്ത റിഡ്ജ്, കൽപ്പതരു റിഡ്ജ് എന്നിങ്ങനെയുള്ള പേരുകൾ നൽകിയത്? എന്തൊക്കെയാണ് പേര്? അശോക സീ മൗണ്ട്, ചന്ദ്രഗുപ്ത റിഡ്ജ്, കൽപ്പതരു റിഡ്ജ് എന്നീ പേരുകൾ നൽകിയത് ഇന്ത്യൻ മഹാസമുദ്രത്തിലെ പർവ്വതങ്ങൾക്കാണ് കേട്ടോ. ഇന്ത്യൻ മഹാസമുദ്രം. ദേശീയതല ഭക്ഷ്യസുരക്ഷാ സൂചികയിൽ തുടർച്ചയായി 2ാം വർഷവും 1ാം സ്ഥാനം നേടിയ സംസ്ഥാനമാണ് നമ്മുടെ കേരളം. ദേശീയതല ഭക്ഷ്യസുരക്ഷാ സൂചികയിൽ 1ാം സ്ഥാനം നേടുന്ന സംസ്ഥാനം. തുടർച്ചയായി 2ാമത് വർഷമാണ് കേരളത്തിന് 1ാം സ്ഥാനം ലഭിക്കുന്നത്. ഓക്കെ. ഭാരതീയ ന്യായ സംഹിത പ്രകാരമുള്ള കേരളത്തിലെ ആദ്യത്തെ കേസ് രജിസ്റ്റർ ചെയ്ത സ്ഥലം എവിടെയാണ്? മലപ്പുറം ജില്ലയിലെ കൊണ്ടോട്ടിയാണ്. ഭാരതീയ ന്യായ സംഹിത പ്രകാരം ഇന്ത്യയിലെ ആദ്യത്തെ കേസ് രജിസ്റ്റർ ചെയ്ത സംസ്ഥാനം മധ്യപ്രദേശാണ്. 2024 മികച്ച ഹോർട്ടിക്കൾച്ചർ സംസ്ഥാനമായി തിരഞ്ഞെടുക്കപ്പെട്ടത് നാഗാലാൻഡാണ്. ഏത് സമുദ്രത്തിലെ പർവ്വതങ്ങൾക്കാണ് ഇന്ത്യ അശോക സീ മൗണ്ട്, ചന്ദ്രഗുപ്ത റിഡ്ജ്, കൽപ്പതരു റിഡ്ജ് എന്നീ പേരുകൾ നൽകിയത്? ഇന്ത്യൻ മഹാസമുദ്രത്തിലെ പർവ്വതങ്ങൾക്കാണ്. ദേശീയതല ഭക്ഷ്യസുരക്ഷാ സൂചികയിൽ തുടർച്ചയായി 2ാം വർഷവും 1ാം സ്ഥാനം നേടുന്ന സംസ്ഥാനമാണ് കേരളം. ഓക്കെ. അടുത്തത്, നാർക്കോട്ടിക്സ് കൺട്രോൾ ബ്യൂറോയുടെ പുതിയ ഡയറക്ടർ ജനറൽ ആരാണ്? നാർക്കോട്ടിക്സ് കൺട്രോൾ ബ്യൂറോയുടെ പുതിയ ഡയറക്ടർ ജനറലാണ് അനുരാഗ് ഗാർഗ്. ജലശക്തി മന്ത്രാലയം സംഘടിപ്പിച്ച രാജ്യാന്തര വാട്ടർ വീക്ക് ഉച്ചകോടിയിൽ പുരസ്കാരം നേടിയ കേരളത്തിൽ നിന്നുള്ള ഗ്രാമപഞ്ചായത്ത് ഏതാണ്? ജലശക്തി മന്ത്രാലയം സംഘടിപ്പിച്ച രാജ്യാന്തര വാട്ടർ വീക്ക് ഉച്ചകോടിയിൽ പുരസ്കാരം നേടിയ കേരളത്തിൽ നിന്നുള്ള ഗ്രാമപഞ്ചായത്താണ് മറ്റത്തൂർ. അടുത്തത് ആംഡ് ഫോഴ്സ് ആണ് കേട്ടോ. ആംഡ് ഫോഴ്സ് മെഡിക്കൽ സർവീസ് ഡയറക്ടർ ജനറൽ പദവിയിലെത്തുന്ന ആദ്യ വനിതയാണ് ഡോക്ടർ ആരതി സരിൻ. ആംഡ് ഫോഴ്സ് മെഡിക്കൽ സർവീസ് ഡയറക്ടർ ജനറൽ പദവിയിലെത്തുന്ന ആദ്യത്തെ വനിത ആരാണ്? ഡോക്ടർ ആരതി സരിനാണ്. നാഷണൽ അഗ്രികൾച്ചർ കോഡിന് രൂപം നൽകിയ ദേശീയ പ്രസ്ഥാനമാണ് ബ്യൂറോ ഓഫ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ്സ് എന്നത്. 2024 നടന്ന സംസ്ഥാന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ BJPക്ക് ഹാട്രിക് വിജയം കുറിച്ച സംസ്ഥാനം ഏതാണ്? അത് ഹരിയാനയാണ് കേട്ടോ. ഓക്കെ.
നാർക്കോട്ടിക്സ് കൺട്രോൾ ബ്യൂറോയുടെ പുതിയ ഡയറക്ടർ ജനറൽ ആരാണ്? അനുരാഗ് ഗാർഗാണ്. ജലശക്തി മന്ത്രാലയം സംഘടിപ്പിച്ച രാജ്യാന്തര വാട്ടർ വീക്ക് ഉച്ചകോടിയിൽ പുരസ്കാരം നേടിയ കേരളത്തിൽ നിന്നുള്ള ഗ്രാമപഞ്ചായത്ത് മറ്റത്തൂർ. ആംഡ് ഫോഴ്സ് മെഡിക്കൽ സർവീസ് ഡയറക്ടർ ജനറൽ പദവിയിലെത്തിയ ആദ്യ വനിത ഡോക്ടർ ആരതി സരിൻ. നാഷണൽ അഗ്രികൾച്ചറൽ കോഡിന് രൂപം നൽകിയ ദേശീയ സ്ഥാപനം ബ്യൂറോ ഓഫ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ്സ്. 2024 നടന്ന സംസ്ഥാന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ BJPക്ക് ഹാട്രിക് വിജയം കുറിച്ച സംസ്ഥാനം ഹരിയാന. അടുത്തത്, തിരഞ്ഞെടുപ്പ് തന്ത്രജ്ഞൻ പ്രശാന്ത് കിഷോർ രൂപീകരിച്ച രാഷ്ട്രീയ പാർട്ടിയുടെ പേരെന്താണ്? തിരഞ്ഞെടുപ്പ് തന്ത്രജ്ഞൻ പ്രശാന്ത് കിഷോർ രൂപീകരിച്ച രാഷ്ട്രീയ പാർട്ടിയാണ് ജൻ സുരാജ് എന്നത്. ജൻ സുരാജ്. ഇന്ത്യൻ സൈബർ ക്രൈം കോർഡിനേഷൻ സെന്റർ ബ്രാൻഡ് അംബാസിഡറായി തിരഞ്ഞെടുക്കപ്പെട്ട സിനിമാ താരമാണ് രശ്മിക മന്ദാന. ഓക്കെ, ഇന്ത്യൻ സൈബർ ക്രൈം കോർഡിനേഷൻ സെന്ററിന്റെ ബ്രാൻഡ് അംബാസിഡറായി തിരഞ്ഞെടുക്കപ്പെട്ട സിനിമാ താരം രശ്മിക മന്ദാന. ഇന്ത്യയിലെ ആദ്യത്തെ ഹൃദയം മാറ്റ ശസ്ത്രക്രിയയ്ക്ക് നേതൃത്വം നൽകിയ ഡോക്ടർ പി വേണുഗോപാലാണ്. ഇന്ത്യയിലെ ആദ്യത്തെ ഹൃദയമാറ്റ ശസ്ത്രക്രിയയ്ക്ക് നേതൃത്വം നൽകിയ ഡോക്ടറാണ് ഡോക്ടർ പി വേണുഗോപാൽ. ദേശീയ വനിതാ കമ്മീഷൻ അധ്യക്ഷയായി തിരഞ്ഞെടുക്കപ്പെട്ട വനിത ആരാണ്? വിജയ കിഷോർ രാഹത്കർ ആണ്. വിജയ കിഷോർ രാഹത്കർ. ദേശീയ വനിതാ കമ്മീഷൻ അധ്യക്ഷയായി തിരഞ്ഞെടുക്കപ്പെട്ട വനിത വിജയ കിഷോർ രാഹത്കർ. 2024 ഡോക്ടർ എസ് സോമനാഥ്, ഭുവനേശ്വരി എന്നിവർക്ക് സമ്മാനിച്ച സംസ്ഥാന സർക്കാരിന്റെ സമഗ്ര പുരസ്കാരം കേരളപ്രഭയാണ്. കേരളപ്രഭ. 2024 ഡോക്ടർ എസ് സോമനാഥ്, ഭുവനേശ്വരി എന്നിവർക്ക് സമ്മാനിച്ച സംസ്ഥാന സർക്കാരിന്റെ സമഗ്ര പുരസ്കാരം കേരളപ്രഭ. ഓക്കെ. തിരഞ്ഞെടുപ്പ് തന്ത്രജ്ഞൻ പ്രശാന്ത് കിഷോർ രൂപീകരിച്ച രാഷ്ട്രീയ പാർട്ടിയാണ് ജൻ സുരാജ്. ഇന്ത്യൻ സൈബർ ക്രൈം കോർഡിനേഷൻ സെന്ററിന്റെ ബ്രാൻഡ് അംബാസിഡറായി തിരഞ്ഞെടുക്കപ്പെട്ട സിനിമാ താരം രശ്മിക മന്ദാന. ഇന്ത്യയിലെ ആദ്യത്തെ ഹൃദയമാറ്റ ശസ്ത്രക്രിയയ്ക്ക് നേതൃത്വം നൽകിയ ഡോക്ടർ പി വേണുഗോപാൽ. ദേശീയ വനിതാ കമ്മീഷന്റെ അധ്യക്ഷയായി തിരഞ്ഞെടുക്കപ്പെട്ട വനിത വിജയ കിഷോർ രാഹത്കർ. 2024 ഡോക്ടർ എസ് സോമനാഥ്, ഭുവനേശ്വരി എന്നിവർക്ക് സമ്മാനിച്ച സംസ്ഥാന സർക്കാരിന്റെ സമഗ്ര പുരസ്കാരം കേരളപ്രഭ. അടുത്തത്, 2024 ലോക ചെസ് ചാമ്പ്യൻഷിപ്പിന് വേദിയായ രാജ്യമാണ് സിംഗപ്പൂർ. 2024 ലോക ചെസ് ചാമ്പ്യൻഷിപ്പിന്റെ വേദിയാണ് സിംഗപ്പൂർ. ഒളിമ്പിക് ഷൂട്ടിംഗ് ഇനങ്ങളിൽ മെഡൽ നേടുന്ന ആദ്യ ഇന്ത്യൻ വനിതാ താരം ആരാണ്? ഒളിമ്പിക് ഷൂട്ടിംഗ് ഇനങ്ങളിൽ മെഡൽ നേടുന്ന ആദ്യ ഇന്ത്യൻ വനിതാ താരമാണ് മനു ഭക്കർ. പാരീസ് ഒളിമ്പിക്സ് ഉദ്ഘാടന ചടങ്ങിൽ മാർച്ച് പാസ്റ്റിൽ ഇന്ത്യയെ നയിച്ച വനിതാ താരം ആരാണ്? പാരീസ് ഒളിമ്പിക്സിൽ ഉദ്ഘാടന ചടങ്ങിൽ മാർച്ച് പാസ്റ്റിൽ ഇന്ത്യയെ നയിച്ച വനിതാ താരമാണ് PV സിന്ധു. രാജ്യാന്തര ഒളിമ്പിക് കമ്മിറ്റിയിൽ അംഗമായി വീണ്ടും തിരഞ്ഞെടുക്കപ്പെട്ട ഇന്ത്യൻ വനിത ആരാണ്? രാജ്യാന്തര ഒളിമ്പിക് കമ്മിറ്റി അംഗമായിട്ട് വീണ്ടും തിരഞ്ഞെടുക്കപ്പെട്ട ഇന്ത്യൻ വനിതയാണ് നിത അംബാനി. 2024 ലോക ചെസ് ചാമ്പ്യൻഷിപ്പിന്റെ വേദി സിംഗപ്പൂർ. ഒളിമ്പിക് ഷൂട്ടിംഗ് ഇനങ്ങളിൽ മെഡൽ നേടുന്ന ആദ്യ ഇന്ത്യൻ വനിതാ താരം മനു ഭക്കർ. പാരീസ് ഒളിമ്പിക്സ് ഉദ്ഘാടന മാർച്ച് പാസ്റ്റിൽ ഇന്ത്യയെ നയിച്ച വനിതാ താരം PV സിന്ധു. രാജ്യാന്തര ഒളിമ്പിക് കമ്മിറ്റി അംഗമായി വീണ്ടും തിരഞ്ഞെടുക്കപ്പെട്ട ഇന്ത്യൻ വനിത നിത അംബാനി. അടുത്തത്, പാരീസ് ഒളിമ്പിക്സിന്റെ മെഡൽ പട്ടികയിൽ 1-ാം സ്ഥാനം നേടിയ രാജ്യം ഏതാണ്? പാരീസ് ഒളിമ്പിക്സിന്റെ മെഡൽ പട്ടികയിൽ 1-ാം സ്ഥാനം നേടിയ രാജ്യം US ആണ്, യുണൈറ്റഡ് സ്റ്റേറ്റ്സ്. 2 ഒളിമ്പിക് മെഡലുകൾ നേടുന്ന ആദ്യ മലയാളി കായിക താരം ആരാണ്? 2 ഒളിമ്പിക് മെഡലുകൾ നേടുന്ന ആദ്യത്തെ മലയാളി കായിക താരമാണ് PR ശ്രീജേഷ്. ലുസൈൻസ് ഡയമണ്ട് ലീഗ് മീറ്റിൽ വെള്ളി മെഡൽ നേടിയ ഇന്ത്യയുടെ ജാവലിൻ ത്രോ താരം ആരാണ്? ജാവലിൻ ത്രോ എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് ഓർക്കാം അല്ലെ, നീരജ് ചോപ്ര ആയിരിക്കും. ലുസൈൻസ് ഡയമണ്ട് ലീഗിന്റെ മീറ്റിൽ വെള്ളി മെഡൽ നേടിയ ഇന്ത്യയുടെ ജാവലിൻ ത്രോ താരമാണ് നീരജ് ചോപ്ര. രാജ്യാന്തര ക്രിക്കറ്റ് കൗൺസിൽ ചെയർമാനാകുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തി ആരാണ്? രാജ്യാന്തര ക്രിക്കറ്റ് കൗൺസിൽ ചെയർമാനാകുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തിയാണ് ജയ്ഷ. പാരീസ് ഒളിമ്പിക്സിന്റെ മെഡൽ പട്ടികയിൽ 1-ാം സ്ഥാനം നേടിയ രാജ്യം US. 2 ഒളിമ്പിക് മെഡലുകൾ നേടുന്ന ആദ്യ മലയാളി കായിക താരം PR ശ്രീജേഷ്.
ലുസൈൻസ് ഡയമണ്ട് ലീഗ് മീറ്റിൽ വെള്ളി മെഡൽ നേടിയ ഇന്ത്യയുടെ ജാവലിൻ ത്രോ താരം നീരജ് ചോപ്ര. രാജ്യാന്തര ക്രിക്കറ്റ് കൗൺസിൽ ചെയർമാനാകുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തി ജയ്ഷാ. അടുത്തത് 2024 ഡ്യൂറന്റ് കപ്പ് ഫുട്ബോൾ കിരീടം നേടിയ ക്ലബ്ബ് ഏതാണ്? 2024 ഡ്യൂറന്റ് കപ്പ് ഫുട്ബോൾ കിരീടം നേടിയ ക്ലബ്ബാണ് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ്. ഇന്റർനാഷണൽ ആസ്ട്രോനോട്ടിക്കൽ ഫെഡറേഷന്റെ വേൾഡ് സ്പേസ് അവാർഡിന് അർഹനായ ISRO ചെയർമാൻ ആരാണ്? അത് എസ് സോമനാഥ് ആണ്. ഇന്റർനാഷണൽ ആസ്ട്രോനോട്ടിക്കൽ ഫെഡറേഷന്റെ വേൾഡ് സ്പേസ് അവാർഡിന് അർഹനായത് എസ് സോമനാഥ് ആണ്. സൗരയൂഥത്തിന് പുറത്ത് സ്ഥിതി ചെയ്യുന്ന 6 പുറം ഗ്രഹങ്ങളെ കണ്ടെത്തിയ നാസയുടെ ദൗത്യമാണ് ടെസ്. സൗരയൂഥത്തിന് പുറത്ത് സ്ഥിതി ചെയ്യുന്ന 6 പുറം ഗ്രഹങ്ങളെ കണ്ടെത്തിയ നാസയുടെ ദൗത്യം ടെസ്. ശുക്രഗ്രഹത്തിലേക്കുള്ള ഇന്ത്യയുടെ ആദ്യ പഠന ദൗത്യത്തിന്റെ പേര് അതാണ് ശുക്രയാൻ. 2035 യാഥാർത്ഥ്യമാക്കാൻ ലക്ഷ്യമിടുന്ന ഇന്ത്യയുടെ സ്വന്തം ബഹിരാകാശ നിലയമാണ് ഭാരതീയ അന്തരീക്ഷ സ്റ്റേഷൻ എന്നത്. 2035 യാഥാർത്ഥ്യമാക്കാൻ ലക്ഷ്യമിടുന്ന ഇന്ത്യയുടെ സ്വന്തം ബഹിരാകാശ നിലയമാണ് ഭാരതീയ അന്തരീക്ഷ സ്റ്റേഷൻ. ഓക്കെ, എന്തൊക്കെയായിരുന്നു നമ്മൾ പറഞ്ഞത്? 2024 ഡ്യൂറന്റ് കപ്പ് ഫുട്ബോൾ കിരീടം നേടിയ ക്ലബ്ബ് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ്. ഇന്റർനാഷണൽ ആസ്ട്രോനോട്ടിക്കൽ ഫെഡറേഷന്റെ വേൾഡ് സ്പേസ് അവാർഡിന് അർഹനായ ISRO ചെയർമാൻ എസ് സോമനാഥ്. സൗരയൂഥത്തിന് പുറത്ത് സ്ഥിതി ചെയ്യുന്ന 6 പുറംഗ്രഹങ്ങളെ കണ്ടെത്തിയ നാസയുടെ ദൗത്യത്തിന്റെ പേര് ടെസ് എന്നാണ്. ശുക്രഗ്രഹത്തിലേക്കുള്ള ഇന്ത്യയുടെ ആദ്യ പഠന ദൗത്യമാണ് ശുക്രയാൻ. 2035 യാഥാർത്ഥ്യമാക്കാൻ ലക്ഷ്യമിടുന്ന ഇന്ത്യയുടെ സ്വന്തം ബഹിരാകാശ നിലയം ഭാരതീയ അന്തരീക്ഷ സ്റ്റേഷൻ. ഇത്രയും ചോദ്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. എല്ലാവർക്കും താങ്ക് യു സോ മച്ച്.